ഞാനിത് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചതാണ്. ഞാൻ മെന്റലിസം കുറച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് NLP എന്ന് പറയുന്നത് ഒരു തെറാപ്പിയുടെ ഒരു സൈഡാണ്. അപ്പം മെന്റലിസം പ്രത്യേകിച്ച് മൈൻഡിനെ ട്രിക്ക് ചെയ്യുന്നതാണ് കൂടുതലായിട്ടും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അത് പറയുമ്പോൾ നമുക്ക് മൈൻഡിൻ്റെ ഒരു പവറും പറയാം. നമ്മളോട് പറയുന്ന കാര്യങ്ങൾ മൈൻഡ് വിശ്വസിക്കും. ഇപ്പം ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഒന്ന് വെറുതെ ഇങ്ങനെ ചിന്തിക്കുക. ഇപ്പം നമ്മൾ ഉമിനീർ ഇറക്കുന്നുണ്ടല്ലോ, ഒന്ന് ഉമിനീർ ഇറക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇല്ലേ? ഇനി എനിക്ക് ഉമിനീർ ഇറക്കാൻ പറ്റില്ല എന്ന് മനസ്സിൽ പറയാം. ഇപ്പൊ തന്നെ എനിക്ക് പറ്റുന്നില്ല. നമ്മൾ ഉമിനീർ ഇറക്കാൻ പറ്റില്ല എന്ന് നമ്മൾ സ്വയം പറഞ്ഞുകൊണ്ട് ഉമിനീർ ഇറക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഉമിനീർ ഇറക്കാൻ പറ്റില്ല. അത് അവിടെ സ്റ്റക്കാവുന്നതാണ് നമുക്ക് ഫീൽ ചെയ്യും. അതെ അതെ ശരിയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്നൊരു കഴിവില്ല എന്ന് നമ്മൾ പറയാമെന്ന് വിചാരിച്ചത് നമ്മളോട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു, നമ്മൾ റിസീവ് ചെയ്തതോടുകൂടി നമ്മുടെ ബോഡി അത് സത്യമാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുക ചെയ്യുന്നത് അവിടെ. അതായത് എനിക്ക് ഉമിനീർ ഇറക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതോടുകൂടി അത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാ എഫേർട്ടും ശരീരത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. എനിക്ക് ഇന്നൊരു സാധനത്തിൽ കഴിവില്ല എന്ന് ഞാൻ പറയാമെന്ന് വിചാരിച്ചു, വെറുതെ പറഞ്ഞാൽ മതി. അതോടുകൂടി എന്താ ചെയ്യുക? ആ ഒരു സാധനം എനിക്ക് തുടക്കത്തിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് കോഡിങ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ. ഒരു കരിയറിൻ്റെ ഒക്കെ ഒരു തുടക്കത്തിൽ കോഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എപ്പം കോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ബ്ലാങ്ക് ആയി പോകും. നമുക്ക് ആ ലോജിക്കൊന്നും വർക്ക് ചെയ്യില്ല. ഇതുപോലെ സിമിലർ എക്സാമ്പിൾ വേറൊരാൾക്ക് വന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ രണ്ടും റിലേറ്റ് ചെയ്ത് പറയുകയാണ്. ഒരു കുട്ടി, ആ കുട്ടിക്ക് അത് ഒരു കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. ആ കുട്ടിക്ക് മാത്സ് ഭയങ്കര ബുദ്ധിമുട്ട്, ബാക്കി എല്ലാം ഭയങ്കര ഈസി, മാത്സ് ഭയങ്കര ടഫ്. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആ കുട്ടിയോട് അമ്മ പറഞ്ഞിരുന്നു, മോളെ മാത്സ് ടഫാണ്. ഈ ഒറ്റ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആ കുട്ടി അത് മൈൻഡിലേക്ക് എടുത്തു. പിന്നെ മാത്സ് ബുക്ക് തുറക്കുന്ന സമയത്തേക്കും ഈ ഒരു ഇൻസ്ട്രക്ഷൻ മനസ്സിലുള്ളതുകൊണ്ട് ആ ലോജിക്കൽ ഇതൊന്നും ബ്രെയിനൊന്നും വർക്ക് ചെയ്യുന്നില്ല, അതൊക്കെ അങ്ങ് വീക്കായി പോവാണ്. അപ്പോൾ ആ ഒരു ബിലീഫ് സിസ്റ്റം അങ്ങ് ഒരാളുടെ ഇൻസ്ട്രക്ഷനിൽ നിന്ന് ആ ഒരു ബിലീഫ് സിസ്റ്റം അവിടെ ഫോമായി. അപ്പം ഞാനും എവിടെയോ ഇത് കേട്ടിട്ടുണ്ടായിരുന്നു, ഈ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാന്നുള്ളത്. അതോടുകൂടി നമ്മളറിയാതെ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട് അത്. പക്ഷെ നമ്മൾ റിയലി ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അതാണ് നമ്മുടെ ബോഡി അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങും. അതൊക്കെ നമുക്ക് എന്നിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും.